ബാല്യകാല സഖി നിറച്ച് പെറ്റുപെരുകിയ പീലി ആവർണ്ണമാമയിൽ പീലി ആവർണ്ണമാമയിൽ പീലി മതിലുകൾ മറകിട്ടി ക്ലാസ് തിരിച്ച മുറിയുടെ മറവിൽ പാലെങ്കും വിരിയുടെ മറവിൽ പാലെങ്കും വിരിയുടെ മറവിൽ ശബ്ദങ്ങൾ നിറഞ്ഞ് അനർഘ നിമിഷത്തിൽ ശബ്ദങ്ങൾ നിറഞ്ഞ അനർഘ നിമിഷത്തിൽ നമ്മളന്നു കൈമാറി നമ്മളന്നു കൈമാറി നമ്മളന്നു കൈമാറി നമ്മളന്നു കൈമാറി പ്രേമഭാവത്തിൽ പാത്തുമ്മാന്റെ ആട് പണ്ട് തോളിലെത്തിയ പാട് പാത്തുമ്മാന്റെ ആട് പണ്ട് തോളിലെത്തിയ പാട് പാത്തുമ്മാന്റെ ആട് പണ്ട് തോളിലെത്തിയ പാട് തോളി തുഴയണ തോട് അത് വീണ് പോയതൊരേട് തോണി തുഴയണ തോട് അതിൽ വീണു പോയതൊരേട് ആ ഏട് തിരയാനോടി നമ്മൾ ചാടി വീണൊരു നാള് ആ ഏട് തിരയാനോടി നമ്മൾ ചാടി വീണൊരു നാള് നമ്മൾ ചാടി വീണൊരു നാള് പാത്തുമ്മാന്റെ ആട് പണ്ട് തോളിലെത്തിയ പാട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന രചനയിലെ കഥാപാത്രമായാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അല്ലോ നമ്മുടെ ആട് പള്ളിയിൽ മരിച്ചിരിക്കുന്നുണ്ടാവും, വേഗം കൊടുത്തിട്ട് പത്തിരി ചുട്ടുവിളമ്പി വരുന്നു മുത്തലി പാത്തുമ്മ, പത്തിരി ചുട്ടുവിളമ്പി വരുന്നു മുത്തലി പാത്തുമ്മ. ഹായ്, നല്ല ചന്തണ്ടല്ലോ, പത്തിരി ചുട്ടുവിളമ്പി വരുന്നു മുത്തലി പാത്തുമ്മ. ആ, ഇവിടെ എല്ലാരും ഉണ്ടല്ലോ, എനിക്ക് കേൾക്കാൻ. അല്ല, നിങ്ങൾ എന്റെ ആടിന് കഞ്ഞിവെള്ളം കൊട്ടീനോ? അന്റെ അതിന് കഞ്ഞിവെള്ളമല്ല, ഇവിടെയുള്ള പുസ്തകങ്ങളും കടലാസും ഒക്കെ തിന്നു. ഇവിടെ 100 കൂട്ടി പണിയുണ്ട്, അപ്പോഴാണ് അവിടെ ഒരു ആട്. നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളി, എന്റെ ആടിനെ പറഞ്ഞാൽ എന്റെ ആട് പെറട്ടെ, എല്ലാവരും എന്റെ പിന്നാലെ വരും. അന്റെ ആട് പറ്റാൻ ഈ സുബൈ സാധിക്കും തരണേ പാത്തുമ്മ, കുറച്ച് പാല് സുബൈ സാധിക്കും തരണേ. തരും തരും, നല്ല അടി വെച്ച് തരും. എന്റെ ആടിനെ കുറ്റവും പറഞ്ഞിട്ട് ആടിന്റെ പാല് വേണം പറയാ. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാച്ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല.